സവാള വെച്ച് അച്ചാർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പറാണ് കേട്ടോ. ഉണ്ടാക്കിയ ചട്ടി അടക്കം നമ്മൾ തുടച്ചെടുക്കും. അപ്പോൾ അത്രയും രുചിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ പച്ചമല്ലി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുത്ത് നന്നായി റോസ്റ്റ് ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയത് മിക്സിയുടെ ജാറിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഇതാ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കറിവേപ്പില, വെളുത്തുള്ളി, ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം അടിച്ചെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പൊടിച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ തെളിയണ വരെ നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ കൊണ്ടുപോകാൻ സൂപ്പറാണ്. ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും കേട്ടോ. ഇഡ്ഡലി ദോശയുടെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ.